ഹലോ എവരി വൺ, വി ആർ ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മൾ കളിക്കാൻ പോവാണ് പാസ്പോർട്ട് ഔട്ട് ദ സ്റ്റാർവേഴ്സ് ആർട്ടിസ്റ്റ്, ദ സ്റ്റാർവിങ് ആർട്ടിസ്റ്റ്. ആക്ച്വലി ഇതിന്റെ പേരിൽ തന്നെയാണ് നമ്മളിന്നൊരു എന്നിട്ട് പറയാ വിഷ്ണു കിടന്ന ഒരു കലാകാരന്റെ കഥയാണിത്. ഐ മീൻ ഗെയിമാണ് ആക്ച്വലി. ലെറ്റ്സ് സ്റ്റാർട്ട് എ ന്യൂ കരിയർ. യെസ്, കരിയർ തുടങ്ങലൊക്കെ മുമ്പ് എൻ്റെ ഫെയിലിയർ തുടങ്ങി. ദ ന്യൂ ബിഗിനിങ്സ്. ഓക്കേ, ഈ ഗെയിമിന്റെ പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഒരു ആർട്ട് ഉണ്ടാക്കുന്നിട്ട് നമ്മൾ വിൽക്കും. അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. നമ്മൾ ആർട്ട് ഉണ്ടാക്കും എന്നിട്ട് നമ്മൾ വിൽക്കും. അപ്പോൾ എൻ്റെ കലാകാരൻ സ്കില്ലിനെ ഉപയോഗിക്കണം. ഓക്കെ, ക്ലിക്ക് ദി സീൽ ടു സ്റ്റാർട്ട് പെയിന്റിങ്. ഓക്കെ, അവിടെ ഓക്കെ ഓക്കെ ഞാൻ പടം വരയ്ക്കാനുള്ള സമയം. ഞാൻ എന്താ വരയ്ക്കണേ എനിക്ക് ഒരു പിടിയില്. ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയണ ഒരു ക്യാരക്ടർ വരയ്ക്കാം. അയ്യോ, ഇത് ഇത്രയും ഉണ്ട്. ഇറേസ് ചെയ്യാൻ പറ്റുമോ? എടാ, നിന്റെ കയ്യിൽ ഈ റേസർ മേടിച്ചിട്ടുണ്ടോ? നീ ഇല്ലല്ലോ. ഇറേസറിലല്ലോ ഇതിന്. ഇറേസറാണോ? അല്ല, ഷിറ്റ്. ഓക്കെ, ഫസ്റ്റത്തെ ഡ്രോയിങ് ആക്ച്വലി ഒരു സ്പൈഡർ ആണ്. ഞാൻ അത് വരയ്ക്കും ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇതിൽ ഇറേസർ ഉണ്ടായിട്ടല്ല. എൻ്റെ ഫേവറേറ്റ്, എൻ്റെ നൈറ്റ് മെയർ വരുന്ന ഒരു സാധനമാണിത്. യെസ്, ലെറ്റ്സ് മേക്ക് സ്പൈഡർ. എല്ലാവർക്കും മറ്റേ ഫോബി ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയും, എനിക്കും ഉണ്ട് ആ ഫോബി. ഓക്കെ, അതിന്റെ പേര് റക്കനോഫോബിയ അല്ല, ഏതൊരു ഫോബിയുടെ പേര്. ആ ഫോബി നിങ്ങൾക്കുണ്ടെങ്കിൽ പേടിക്കേണ്ട, എനിക്കും ഉണ്ട്. സ്പൈഡർ. യെസ്, എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് സ്പൈഡറാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എൻ്റെ നൈറ്റ് മെയർ ആയിരിക്കും എൻ്റെ ആദ്യത്തെ ഇത്. എടാ, പേടിക്കണ്ട, എനിക്കിങ്ങനെ മോഷിക്കാൻ വരാ അടിച്ചോ. പിന്നെ അടുത്തൊരു സാധനം ഡ്രോ ചെയ്യാം. ഞാൻ വിചാരിച്ച ഡ്രോയിങ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി. ഓക്കെ ഓക്കെ, ഡാവ് എന്തോ റിവ്യൂ ചെയ്യാ. ഓക്കെ ഓക്കെ, എൻ്റെ ആദ്യത്തെ പ്ലാൻ ഒരു അമംഗ് സ്കാറ്റർ ഉണ്ടാക്കാനായിരുന്നു. അത് പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ഈ സാധനം ഇത്ര വലുതാന്ന് വിചാരിച്ചില്ല. അതിലൂടെ മര്യാദയ്ക്ക് എനിക്കിത് ഡ്രോ ചെയ്യാനും പോലും കുഴപ്പമില്ല. ഇതിൽ ഫില്ലുണ്ടോ? മറ്റേ ഇങ്ങനെ ഫിൽ അതില്ല അല്ലേ? ഓക്കെ, there is no fill, but I need to fill myself. Okay, പ്രൊഫഷണൽ ആണ് ആക്ച്വലി. ഇതിൽ ഡ്രോ ചെയ്യാൻ പാടും. മൊബൈൽ വെച്ച് ഡ്രോ ചെയ്യാൻ കുറച്ച് പാടും. ഇത് പി സി ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മേ ബി മൗസ് ഒക്കെ വെച്ച് കാണുമ്പോൾ നമ്മുടെ കൈയും കൂടി എൻ്റെ മൂടാണ് ഇമേജ് ചെയ്യാനായിട്ട്. എനിക്ക് മറ്റേ പെൻസിൽ വെച്ച് ഡ്രോ ചെയ്യുമ്പോൾ ബെറ്റർ. മറ്റേ ഇങ്ങനെ അസ്പെന്നാ ഒരാൾ മേടിക്കാന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ്, യുവർ ബ്രോ, മേടിച്ചോളൂ. താങ്ക് യു. എൻജോയ് യുവർ സ്പൈഡർ. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടി പേടിപ്പിച്ചോളൂ. അവർക്കുണ്ടാവും ചിലപ്പോൾ ഫോബിയ, പറയാൻ പറ്റില്ല. യെസ്, അടുത്ത് നമ്മൾ അമംഗ് അസ്. അത്ര വലുതായിട്ടായില്ലെങ്കിലും കുഴപ്പമില്ല. അമംഗ് അസ്. യെസ്, എന്നിട്ടാണോ? ഓക്കെ, ബിൽസ് ബോൺ. ക്ലിക്ക് ടു ട്രാക്ക് ഓഫ് യുവർ ക്യാഷ് പ്രോ. ഇതൊക്കെ ഇതിൻ്റെ അടുത്ത ക്യാരക്ടർ നമ്മൾ എന്താ വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മള് എനിക്ക് തന്നെ അറിയില്ല ആക്ച്വലി. നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാധനം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഈ തൊപ്പി കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും ആരായിരിക്കുന്നത്. അത് നമ്മുടെ മിനിമിൽസിന്റെ ഡാവാണ്. മിനിമിൽസിന്റെ ഡാവ്, നമ്മുടെ ഐക്കോണിക് ഡാവ് ഇങ്ങനെ ഏകദേശം ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഓർമ്മയില്ല. അതൊക്കെ നോക്കാം. തൊപ്പി ഞാൻ മറന്നുപോയി ആക്ച്വലി. ഒരു പട്ടാളക്കാരൻ്റെ തൊപ്പിയാന്നറിയാം. ഓക്കെ, എന്നിട്ട് നമ്മള് ഓക്കെ പതുക്കെ എന്നിട്ട് നമ്മള് ഒരു പല്ല് വരച്ചോ. പല്ലിങ്ങനെ തൊട്ടൊക്കെ ആയിരുന്നു ആളുടെ. അതൊരു അങ്ങനെ ഇതിപ്പോ ആള് തുപ്പല് തെറിപ്പിക്കണ പോലെ. അത് അങ്ങനെ ഇപ്പോ അറിയാണ്ട് ഒരു ഉണ്ട്. അത് മാച്ച് കളയാൻ പറ്റും നോട്ടെ. വെള്ള കളറും എന്ന് പറഞ്ഞ വെള്ളയല്ല അല്ലേ ചിറ്റിക്കാനായിട്ട്. ചിറ്റിക്കാനായിട്ട് ആ വെള്ള കളർ വെള്ളയോ അല്ല. ഓക്കെ, അത് ഇഗ്നോർ ചെയ്തോളൂ. ആക്ച്വലി അത് ഒന്നുമില്ല. ആളിപ്പോ തുപ്പൽ തെറിപ്പിക്കണ പോലെ അറിയാണ്ടായിപ്പോയി. ഓക്കെ, ഇങ്ങനെ എന്തൊക്കെ ആയിരുന്നില്ലേ? എന്നിട്ട് കണ്ണെങ്ങനെയായിരുന്നു, മൂക്ക് എങ്ങനെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. മൂക്കൊക്കെ ഇങ്ങനെയൊന്നും അല്ല, എന്നാലും മൂക്കുണ്ടായിരുന്നില്ല ആക്ച്വലി. ആ മൂക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും തിങ്സ് ഓ ക്യാരക്ടറും മൂക്കൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അത്ര അഡ്വാൻസ് ആയിട്ടില്ലേ? ഓ ബ്രോ മേടിക്കാതെ 10
കോയിൻസിന്. ഓക്കെ, നമ്മളെ പൈസ, നമ്മുടെ ഈ സാധനം കോയിൻസിന്റെ വിലയുള്ളൂ. ഇവിടെ നമ്മളൊരു കണ്ണ് വരച്ചു കൊടുക്കുക, എന്നിട്ട് കണ്ണും ഒരു ഇത് വരച്ചു കൊടുക്കുക. കറക്റ്റ് മിനി വിളിച്ചാൽ പിന്നെ ബോഡി വരച്ചു കൊടുക്കണം. ബോഡി എങ്ങനെയായിരുന്നു? ബോഡിയും പട്ടാളക്കാരൻ്റെ പോലെ ഡ്രസ്സാ. ഓക്കെ, ബോഡി ഇങ്ങനെയായിരുന്നു ആക്ച്വലി. ഓക്കെ, ഇങ്ങനെ തന്നെ ഏകദേശം ഇങ്ങനെ. കറക്റ്റ് അങ്ങനെ ഒന്നും ആവണമെന്നൊന്നുമില്ലേ. എന്നിട്ട് ഇവിടെ ഒരു കൈ ഉണ്ടോ? ഒരു ഉണ്ട്, ഞാൻ ഒരു ഉണ്ട് വരയ്ക്കട്ടെ ആദ്യം. ഇങ്ങനെ എന്നിട്ടൊരു ബോഡി ജസ്റ്റ് കൈ വരച്ചു കൊടുക്കുക. ആക്ച്വലി ഞാൻ ഈ സാധനം ഒരു സിഗരറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയത്. വോയിസ് സിഗരറ്റ്, എന്തൊരു സിഗരറ്റ് ആയിരുന്നില്ല. അപ്പം ഹൈഡ് ചെയ്യാൻ വേണ്ടി സിഗരറ്റ്. യെസ്, ഇനിയൊരു പുകയാവാം. യെസ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു ഔട്ട്ലൈനും കൂടി കൊടുത്തേക്കാം. ആക്ച്വലി കുറച്ചും കൂടി യുനോ ക്യാരക്ടർ ഏകദേശം കംപ്ലീറ്റ് ആയി. യെസ്, നമ്മുടെ മിനി മിൽഷ്യ സോൾജർ. യെസ്, മിനി മിൽഷ്യ സോൾജർ. യെസ്, കമന്റ്സിൽ പറഞ്ഞോളൂ എന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു. ഇതിൽ ഡ്രോ ചെയ്യാൻ ഭയങ്കര പാടാ ആക്ച്വലി. ഇങ്ങനെ ഓ ബ്രോ 29 രൂപ. താങ്ക് യു ബ്രോ. ഓക്കെ, അതാണ് എനിക്ക് ഹൈയസ്റ്റ്. ഗുഡ് ആണെന്ന് അറിയില്ല, എന്നാലും ഹൈയസ്റ്റ്. അതിനടുത്ത് എന്തുട്ടാ ലേറ്റർ. ഓക്കെ, ആദ്യത്തെ ക്യാരക്ടർ എനിക്ക് അറിയില്ല കേട്ടോ വരയ്ക്കാൻ പറ്റുമെന്ന്. ചിലപ്പോൾ ഞാൻ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കുറെ പേർക്ക് ഞാൻ പറയാണ്ട് തന്നെ ഗസ് ആയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് ഉറപ്പ് കുറെ പേർക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് ക്യാരക്ടറെന്ന് ചോദിക്കും. കുറച്ച് സമയം എടുക്കും ഒന്ന് കണക്ട് ആവാൻ. ഇത് ആക്ച്വലി ലോഗോ ആണ്. ലോഗോ ഈ ഗെയിമത്തെ ലോഗോ ആണ്. ഗസ് ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഷിറ്റ്, അത് കറക്റ്റ് ആയില്ല ആക്ച്വലി. എന്നാലും കുഴപ്പമില്ല, ബെറ്റർ ദാൻ നത്തിങ് ഐ ഗസ്. കുറച്ചുകൂടി ഓക്കെ. ഇനി എങ്ങനെയായിരുന്നു സാധനം, ഞാൻ മറന്നുപോയി. ഓക്കെ, ആക്ച്വലി ഗസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഗസ് ചെയ്യാൻ സാധ്യത കുറവാ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധ്യത കുറവാ. എന്തായാലും ഗസ് ചെയ്ത് നോക്കും. ഞാൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൂടി വരയ്ക്കാം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. ഗെയിമത്തെ ആക്ച്വലി ലോഗോ ആണ് കേട്ടോ. ആക്ച്വലി ഇത് ഇങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഒരു ബാംബു ഫോറസ്റ്റിലാ ലോഗോ. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് മാറും. ബാംബു ഫോറസ്റ്റ് ആണ് എനിക്ക് ഓർമ്മയുള്ളത്. കൂടുതൽ ആ ലോഗോ വന്നങ്ങനെ ബാംബു ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഒട്ടും സാധ്യത ഗസ് ചെയ്യാൻ ഒട്ടും സാധ്യതയില്ല ആക്ച്വലി. അടുത്ത പോലെ ഇല്ല. ഗസ് കുറച്ച് ചിലർ ഗസ് ചെയ്യാം, ബുദ്ധിയുള്ളവർ ഗസ് ചെയ്യും. എന്താ ഞാൻ പറഞ്ഞേക്കാം. ഷാഡോ ഫൈറ്റ് 2ത്തെ ലോഗോ ആണ് ഞാൻ വരയ്ക്കണ. ഇപ്പോ നമ്മുടെ ഷാഡോ കണ്ടിട്ട് അടുത്തുണ്ടോന്ന് കമന്റ്സ് പറഞ്ഞോളൂ. ഞാൻ എത്ര ഉണ്ടാക്കണല്ലോ ആക്ച്വലി. നമ്മുടെ ഷാഡോ ഫൈറ്റ് 2 ആക്ച്വലി. ഷാഡോ ഫൈറ്റ് 2ത്തെ ലോഗോ ആക്ച്വലി. ഇത് ഷാഡോ ഫൈറ്റ് 2 ഒക്കെ ആരെയും കളിച്ചിട്ട് കമന്റ്സ് പറഞ്ഞോളൂ. ഷാഡോ ഫൈറ്റ് 2. ഓക്കെ, ഇനി അടുത്ത് ഏത് ഗെയിമാ കളിക്കണ്ടേ? ഇന്ന് കുറച്ചും കൂടി വേറെ എന്തെങ്കിലും നോക്കാം. ഏത് ക്യാരക്ടർ ആയിരിക്കും? ആടാ ഉള്ളു വേർസ്റ്റ് എനർജി മേറ്റ് സോ ഇന്റെ ഞാനുണ്ടല്ലോ കഷ്ടപ്പെട്ട് ഞാൻ വരച്ചതാ. എന്റെ ഇടയിൽ നീ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടല്ലോ. മേടിക്കണ്ടാ എന്റെ അമ്മൂമ്മയുടെ. ഓക്കെ ഇനി എന്തിട്ട് അടുത്ത് എനിക്കറിയാം. എല്ലാവർക്കും ഇത് ഗസ് ചെയ്യാൻ പറ്റും, ഉറപ്പാ. ഐ പ്രോമിസ്. അതുപോലെ വരയ്ക്കാൻ നോക്കാം. ആക്ച്വലി ഈ ആംഗിളല്ല വരയ്ക്കണ്ട ആക്ച്വലി, മറ്റേ. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു. ഹാപ്പി ആയിക്കോ. താങ്ക് യു. ഞാൻ ഡ്രോയിങ്സ് കപ്പന ആൾക്കാർ മേടിക്കുന്നുണ്ട്. എന്നോട് ഈ ഗെയിമിന്റെ എങ്ങനെ ശരി മരി കളിക്കണ്ടേ എനിക്കറിയില്ല കേട്ടോ. ഞാൻ കളിച്ചു നോക്കണം. ഇങ്ങനെ ഒരു ഇത് കുറച്ചും കൂടി
ഈ മീശ കാണുമ്പോ തന്നെ ആൾക്കാർക്ക് ഗസ് ചെയ്യാം ഇത് ആരാ വരയ്ക്കണേന്ന്. ഒരു മിനിറ്റ്, കളർ മാറി. ഈ പല്ല് കാണുമ്പോ തന്നെ മനസ്സിലാവും, അല്ല ഈ മീശ കാണുമ്പോ തന്നെ മനസ്സിലാവും ആരാണെന്ന് ഈ ക്യാരക്ടർ. ബോഡി കൂടി വരച്ചേക്കാം. യെസ്, ഇതാ ക്യാരക്ടർ എന്റെ. എനിക്ക് വരച്ച അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ആക്ച്വലി ഞാൻ അതിലൂടെ എനിക്ക് ഈ ഇതിൽ വരയ്ക്കണം എനിക്ക് ഒട്ടും ഇതില്ല. ചെറുതായിട്ടൊക്കെ വരയ്ക്കാറിയാം. ഞാൻ ഇങ്ങനെ നോക്കി വരയ്ക്കലൊക്കെ എക്സ്പെർട്ട്. ഞാൻ നോക്കിയാലോട്ടോ വരയ്ക്കണേ. ഇതായിട്ട് ഇമാജിനേഷനിൽ വരയ്ക്കുക. കണ്ണും വേണമല്ലോ, ഞാൻ മറന്നു. ഈ കണ്ണിന്റെ കാര്യം മറന്നു. ആക്ച്വലി ഞാനിത് ഉണ്ടാക്കട്ടെ ആദ്യം. ഒരു ഫിൽ റൂൾ ഉണ്ടെങ്കിൽ നന്നായിരുന്നു അല്ലേ, കുറച്ചുകൂടി എളുപ്പമായത്. ഫില്ലില്ലാത്തവരുണ്ടേ ഇതിങ്ങനെ വരയ്ക്കുമ്പോ ഫേസ്റ്റ് ആയിട്ട് തോന്നാ. കണ്ണ് വരയ്ക്കട്ടെ. പിന്നെ ഒരു ഇത് യെസ്. പിന്നെ എന്തുട്ടാ ഇതിന്റെ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ വിചാരിച്ചല്ലേ. അതിലാവട്ടെ, അത് അങ്ങനെ അവിടെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി. അത് എന്റെ കയ്യാറെ ടച്ച് ആയിണ്ടോ അറിയില്ല. നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ദ ബാർബേറിയൻ ബൈ ദ വേ. ഇനി ഗസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ എന്റെ സാധനം പോയി. ഇത്രയും വരയ്ക്കണല്ലോ. എന്റെ ആദ്യത്തെ ഡ്രോയിങ് പോയില്ല, എന്താ ചെയ്യാ. പക്ഷെ നന്നായിട്ട് വരച്ചു തന്നെ അറിയാണ്ട് ഞാൻ ഇതായി പേര് വയ്ക്കട്ടെ, ബാർബേറിയൻ. എന്റെ ആദ്യത്തെ സാധനം പോയി. എന്താ ചെയ്യാ, കോപ്പരയാ പറഞ്ഞിട്ട് കാര്യ. ഓക്കെ, ഇതിനടുത്ത് എന്തൊരു വരയ്ക്കുക. ഞാൻ നന്നായിട്ട് വരച്ചു തന്നില്ല അറിയാണ്ട് ഞാൻ മറ്റേത് അമർത്തി പോയി. ടിങ്കിൾസ് മൈ ഫേഷ്യൽ ഹെയർ. യെസ്, എന്റെ ബാർബേറിന്റെ ഫേഷ്യൽ ഹെയർ ഉണ്ട്. ഡാവിന്റെ മുസ്റ്റാഷ് തന്നെ എന്താ പറയാ, ടിങ്കിളായി. യെസ്, ഇനി അടുത്ത് എന്തൊരു ഞാൻ വരയ്ക്കാം. നന്നായിട്ട് വരയ്ക്കും. നല്ല ഒരു ഇമ്പോസിബിൾ, നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ വരയ്ക്കാം. വേറെ പി സി ഗെയിം എടുക്കാം നമുക്ക്. പി സി ഗെയിം നമുക്ക് ഏതെടുക്കാം? ഭയങ്കര എളുപ്പമുള്ള എടുക്കണം കേട്ടോ. വല്ല പി സി ഗെയിം എന്ന് പറയാൻ പറ്റില്ല, അത് മൊബൈലും ഉണ്ട്. എന്നാലും നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്യാരക്ടറിന് കളർ എന്നിട്ട് അറിഞ്ഞു മറന്നുപോയി. പിങ്ക് ആണെന്ന് അറിയാം, ബട്ട് അതിന്റെ ഷേപ്പും എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. കുറെ പേർ ഗസ് ചെയ്ത് ഏത് ക്യാരക്ടറിന്. ഇങ്ങനെ എന്തൊക്കെ ക്യാരക്ടർ. പിന്നെ ഒരു കണ്ണുണ്ട് ഇങ്ങനെ. ഇപ്പഴെന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഫുള്ള് കവറായിരുന്നു മുഖം. അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് പോലെ മുഖല്ലേ, അങ്ങനെ എന്തൊട്ട് റൗണ്ട് പോലെ സർക്കിൾ ഇല്ലേ, എനിക്കാൻ ഓർമ്മയില്ല. കുറച്ചുകൂടി തടി ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ബെരിഞ്ഞ പോലെ. ഭക്ഷണം മരി കഴിച്ചില്ലാത്ത പോലെ കുറച്ചുകൂടി തടി ഉണ്ട് ഇതിന്. ഇതുപോലെ ഏകദേശം. യെസ്, കറക്റ്റാ തന്നെ. പെയിന്റ് ബ്രഷിലുണ്ടാക്കിയ പോലെ ഉണ്ട്, പെയിന്റിലുണ്ടാക്കിയ പോലെ ഉണ്ട് ആക്ച്വലി. യെസ്, നമ്മുടെ ഫോൾ ഗൈസ്. ഫോൾ ഗൈസ്. യെസ്, നമ്മുടെ ഫോൾ ഗൈസിന്റെ ക്യാരക്ടർ. ഇതിനടുത്ത് നമ്മളടുത്ത ക്യാരക്ടർ വരയ്ക്കാൻ പോണത് എനിക്ക് നോക്കട്ടെ. നമുക്ക് മൈൻക്രാഫ്റ്റിന് ഒരു സ്റ്റീവ് വരയ്ക്കാം. ഞാൻ ഇതുവരെ ഓർത്തില്ല, സ്റ്റീവിനെ ഓർത്തില്ല. വാട്ട് ദ ഹെൽ അമൃത്. ഞാനൊക്കെ ആണെങ്കിൽ സ്റ്റീവിനെ ഞാൻ ഓർത്തേ ഇല്ല ആക്ച്വലി. സ്റ്റീവ് വരയ്ക്കാൻ കുറച്ച് ഫ്രഷ് മോർണിംഗ് ലൈക്ക് എ മോർണിംഗ് ബുഗേറ്റ്. ഓക്കെ, ഐ ടേക്ക് യുവർ വേർഡ്. ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് മീൻസ്. ബുഗേറ്റ് എന്ന് പറഞ്ഞ സാധനല്ലേ, ഇത് തിന്നണ സാധനം ഐ തിങ്ക്. നമ്മുടെ സ്റ്റീവ് വരയ്ക്കാണ് ആദ്യം നമ്മൾ ഒരു ഒരു പെട്ടി വരയ്ക്കുക. കാരണം ആളുടെ മോന്തി ഒരു പെട്ടിയാണ്, വേൾഡിൽ അടക്കം പെട്ടിയാണ്, പിന്നെ മോന്തിയും പെട്ടിയായിരിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുക. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ബൈ ഇത് കാണുമ്പോൾ വേഴ്സായിട്ട് തോന്നുന്നുണ്ടാവും, എനിക്കറിയാം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാനല്ലേ വരയ്ക്കണത്, അപ്പം എന്തായാലും അങ്ങനെ ആയിരിക്കും. അതിലൂടെ ഞാൻ വരയ്ക്കണ ഫോണിലല്ലേ, എന്താ ചെയ്യുക. ഇതിലെങ്ങനെ ഇതുണ്ടായിരുന്നു, പാനുണ്ടെന്ന് വരുന്നു. മറ്റേ എസ് പെൻ, അതുപോലത്തെ സാധനം പെന്നില്ലേ, മറ്റേ വരയ്ക്കാൻ പറ്റണ പെൻ. ഇനി ഞാൻ മോന്ത എങ്ങനെ വരയ്ക്കുക? മറ്റേ രീതി വരയ്ക്കണോ, ഈ രീതി വരയ്ക്കണോ? ഇത് അവസ്ഥ.
ഇനി ഓക്കെ ഇത് ഇങ്ങനെയല്ല. ഓക്കെ എന്തിനായിക്കോട്ടെ. ഓക്കെ ഇനി കണ്ണും പെട്ടി പോലെയാൻ പറ്റ്. ഓക്കെ സോ ഫാർ സോ ഗുഡ്. മുടി വരയ്ക്കണം. സ്കാറ്ററിന് മുടി ഉണ്ട്. ലാസ്റ്റ് ടൈം ചെക്ക്. ഇത് സ്റ്റീവ് അല്ലേ? ഇങ്ങനെ എന്തൊരു ഫേഷ്യൽ എയർ അല്ലേ ശരിക്കും ഉണ്ടായിരുന്നു. ബട്ട് അത് മറ്റേ ഒറിജിനലാണ്. മറ്റേ അല്ലേ ഒറിജിനൽ അല്ലേ പണ്ടത്തേലാണ് മറ്റേ ഇതുണ്ടായിരുന്നത്. യെസ് നമ്മുടെ സ്റ്റീവ്. ഇതൊക്കെ ആയിരുന്നു മൈൻക്രാഫ്റ്റ് മൂവിൽ കാണിക്കണ്ടേ ഈ സ്റ്റീവിനെ. ഐ ആം സ്റ്റീവ്. യെസ് ഓക്കെ ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ്. കണ്ടാ കറക്റ്റ് സ്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടാ. ഈ ആ കൈയോടെ പോയി കഷ്ടപ്പെട്ട് കൈ വരച്ചതാ. ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും ആക്ച്വലി. അത് നോക്കണ്ട. ഞാൻ വരയ്ക്കാം. ഇത് സ്റ്റീവ് ആരാന്നറിയണ്ടേ? ഞാൻ തന്നെ വരച്ചേ. ചിലവർക്ക് അറിയില്ല. സ്റ്റീവ് മൈൻക്രാഫ്റ്റ് സ്റ്റീവ്. ഓക്കെ പിന്നെ അടുത്തത് എന്തോട്ട് വരയ്ക്കാ? ക്രീപ്പറിനെ വരയ്ക്കാം ആക്ച്വലി. ഇതിലൂടെ നീ പറഞ്ഞേ ലാക്ക് എനർജി ആയിട്ട് വിളിക്കുന്നത്. നിന്നോട് നീ മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇറങ്ങിപ്പോടന്നു. നിന്നോടാരാ മേടിക്കാൻ പറഞ്ഞേ? നീ ഇറങ്ങിപ്പോയിക്കോടെ. എന്റെ ഒറ്റ സാധനം പോലും നീ മേടിച്ചു വരുന്നു. അത് ക്രീപ്പറിന്റെ ഒരു തല ഉണ്ടാക്കാറുണ്ട്. തല മാത്രം ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? സെയിം ഡയലോഗ് തന്നെ ഈ കാച്ചിയില്ലേ? താങ്ക് യു. ഈ പൈസ ഉണ്ടല്ലോ അത് മതി. പൈസേനെ അല്ലായിരുന്നു പറ്റിക്കൊന്നല്ലോ. എന്നിട്ട് നമ്മളൊരു ബോഡി വരയ്ക്കുക ആക്ച്വലി. ഓക്കെ ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് നെക്സ്റ്റ് ആരൊക്കെ വരയ്ക്കേണ്ടത് എനിക്കറിയാം. അത് നെക്സ്റ്റ് ആരെ വരയ്ക്കേണ്ടത് എനിക്കറിയാം. മനസ്സിലുണ്ട്. ഓ ഷിറ്റ്. ഓക്കെ ഓക്കെ ഇത് എത്ര മതിയോ? മോന്ത എങ്ങനെയായിരുന്നു ഞാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ മോന്ത ഏകദേശം ഇങ്ങനെയാ. പിന്നെ ഒരു വലിയൊരു കണ്ണുണ്ട് ഇങ്ങനെ. ഓക്കെ 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 യെസ്. പിന്നെ ഇങ്ങനെ എന്തിട്ടോ. ഓക്കെ നമുക്കൊരു ഔട്ട്ലൈനും കൂടി കൊടുത്തേക്കാം. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ GM വെക്കണം പോലും ചെറുതായിട്ട്. ഐ തിങ്ക് നമ്മുടെ ക്രീപ്പർ കുട്ടൻ റെഡി. ഞാൻ അപ്പനെ മേടിക്കാനായിട്ട് ഈ സ്ലോത്ത് അത്ര ഉപയോഗിക്കണല്ലേ. ആക്ച്വലി എനിക്ക് ഈ ഇതിൽ മേടിക്കാൻ പറ്റുമോ? ഈ പൈസ വെച്ചിട്ട് കുറെ ഞാൻ മേടിക്കുന്നുണ്ട്. പൈസ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാ? ആക്ച്വലി പൈസ വെച്ച് എന്താ ചെയ്യണം? ആക്ച്വലി ഞാൻ ഇവിടെ പോവുക. ലൈക്ക് പൈസ കുറെ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ പൈസ ഒക്കെ എന്തെങ്കിലും അപ്ഗ്രേഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് നമ്മുടെ ഡ്രോയിങ് കണ്ടിന്യൂ. ആക്ച്വലി അടുത്ത ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഗ്രാനിനെ. യെസ് ഗ്രാനിക്ക് ഇങ്ങനെ എന്തിട്ടൊരു ഡ്രസ് ഉണ്ട്. പിന്നെ ഇത് മോന്ത എങ്ങനെയായിരുന്നു? മോന്തയുടെ കളർ എന്നിട്ടായിരുന്നു ഗ്രേ പോലത്തെ ഒരു കളറല്ലേ. ബട്ട് ഗ്രാനിയുടെ കളർ എന്നിട്ടായിരുന്നു മറന്നുപോയി ഞാൻ. ഗ്രാനിയുടെ കളർ ആക്ച്വലി ഞാൻ ഈ കളർ ഉപയോഗിക്കാം. എന്നിട്ട് ഈ കളർ നമുക്ക് ഗ്രാനിയുടെ മോന്തയ്ക്ക് ഉപയോഗിക്കാം. ഗ്രാനി. ഓക്കെ ഗ്രാനിയുടെ തല എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒരു മിനിറ്റ്. ഷിറ്റ് ഐ റൂയിൻഡ് ഇറ്റ്. നമുക്ക് ശരിയാക്കാം. കുറച്ച് നേരത്തെ തന്നെ ശരിയായിരുന്നു. ഞാൻ വെറുതെ. ഓക്കെ ഗ്രാനിയുടെ ഹിറ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നു ആവശ്യമില്ല. ഇതാണ് മോന്തയുടെ കളർ ഏകദേശം എങ്ങനെ എനിക്ക് ഓർമ്മയില്ല. മറന്നുപോയി ഞാൻ പെട്ടെന്ന്. പ്രോമിസ് ഗ്രാനിയുടെ പോലെ ഏഴാലത്ത് പോയി ഇരിക്കുന്നത് ഞാൻ പ്രോമിസ് ചെയ്യണില്ല ആക്ച്വലി. ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഒരു കണ്ണ് വരയ്ക്കാം. അല്ല ഇങ്ങനെയല്ല ഞാൻ ആക്ച്വലി. കണ്ണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഏകദേശം. പിന്നെ
മൂക്ക് ഇങ്ങനെ വരയ്ക്കാൻ ഒരു മിനിറ്റ്. എന്നിട്ട് നമ്മളൊരു വായ വരച്ചു കൊടുക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് ഗ്രാനിയാണെന്ന് ആൾക്കാർക്ക്. ഓ ഗ്രാനി, യെസ്. പിന്നെ എന്തിട്ടോ 500 വർഷമായിട്ടും പല്ലേക്കാത്ത ഗോൾഡൻ പല്ല്, യെസ്. ഇതാണ് നമ്മുടെ ഗ്രാനി. പിന്നെ മെയിൻ സാധനം വരയ്ക്കണം. അതിലിങ്ങനെ ഗ്രാനിയേ അല്ല. ഗ്രാനിയുടെ കയ്യിലുള്ള എന്താ പറയാ ബാറ്റ് വരയ്ക്കണം. ഗ്രാനിയുടെ ഹൈലൈറ്റ് അത്. യെസ്, ഇതാണ് ഗ്രാനിയുടെ ബാറ്റ്. ഫുൾ നമുക്ക് കളർ ചെയ്യട്ടെ ആക്ച്വലി. യെസ്. പിന്നെ വരയ്ക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ജസ്റ്റിസ് ഫോർ ക്യാഷ്, കം ഓൺ, ഇറ്റ്സ് നോട്ട് ബാഡ്. ഓക്കെ, പിന്നെ നമ്മൾ കളർ ചെയ്യുക കുറച്ചും കൂടി. യെസ്. ഗ്രാനി ഡ്രസ് ഏകദേശം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രാനി റെഡി. ഗ്രാനിയാണ് ബെസ്റ്റ്, മൈ ഫേവറേറ്റ് ഗ്രാനിയാണ്. പിന്നെ ക്ലാഷ് ക്ലാൻസിന്റെ മറ്റേ സാധനം പെട്ടെ എന്റെ പോയാനായിട്ട് എനിക്ക് പോയതില്ല. ഗ്രാനി, യെസ്. ഓക്കെ, ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ തീർത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാ. ഓ നമ്മുടെ ഗ്രാനി സാധനം മേടിച്ചു 50 കോയിൻസിന്. കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര ഉള്ളൂ. നമുക്ക് ഈ ഗെയിം കഴിവിനും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.